മഹാകവി ടാഗോറിനൊപ്പം ശിവഗിരിയിലെത്തിയ CF ആൻഡ്രൂസ് പാരീസിലായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് റൊമൈൻ റോളണ്ടിന് ഇങ്ങനെ എഴുതി: അറബിക്കടലിന്റെ തീരത്തുകൂടി നമ്മുടെ ക്രിസ്തു ഒരു ഹിന്ദു സന്യാസിയുടെ വേഷത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. ക്രിസ്ത്യാനിക്ക് നാരായണ ഗുരു ക്രിസ്തുവായിരുന്നു, ബുദ്ധമതക്കാർക്ക് അദ്ദേഹം ബുദ്ധനായിരുന്നു. ബോംബെ സമാചാർ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ഡോക്ടർ BR അംബേദ്കർ തന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. മലബാറിൽ ഒറ്റപ്പാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരായ ഒരു 17-കാരൻ മേൽജാതിക്കാരനായ ഒരാളുടെ കടയിൽ ചെന്ന് ഉപ്പ് ചോദിച്ചു. കേരളത്തിലെ ആചാരമനുസരിച്ച് സവർണ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപ്പെന്ന പദം ഉച്ചരിക്കാനാകൂ. ശിവരാമനെ പോലെയുള്ളവർ ഉപ്പിന് പുളിച്ചാടൻ എന്നാണ് പറയേണ്ടത്. മേൽജാതിക്കാരനായ കടയുടമ കോപം സഹിക്കാതെ ശിവരാമനെ കഠിനമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ് ശിവരാമൻ മരിച്ചതായും ആരോപിക്കപ്പെടുന്നു. ഇങ്ങനെ ഉച്ചരിക്കുന്ന വാക്കുകളിൽ പോലും ഉച്ചനീചത്വം കൽപ്പിക്കപ്പെടുന്ന, ജന്മം കൊണ്ട് തന്നെ മനുഷ്യൻ ഹീനനും ബഹിഷ്കൃതനുമാകുന്ന ആ വ്യവസ്ഥിതിക്കെതിരെയായിരുന്നു ഗുരുവിന്റെ പോരാട്ടം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ. ജാതി മനുഷ്യനെ ശ്രേഷ്ഠനെന്നും മ്ലേച്ഛനുമെന്ന് രണ്ടായി തിരിച്ചു. സവർണർക്കത് അധികാരത്തിലേക്കുള്ള പരവതാനി വിരിച്ചിട്ടപ്പോൾ അസംഖ്യം വരുന്ന അവർണരെ വിധേയത്വത്തിലേക്ക് തള്ളിയിട്ടു. ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ല, ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ല, സ്കൂളുകളിൽ പ്രവേശനമില്ല, പൊതുനിരത്തിലൂടെ നടക്കാനാവില്ലെന്ന് മാത്രമല്ല, മേൽജാതിക്കാരുടെ തീണ്ടാപ്പാടകല മാത്രമേ നിൽക്കാനാകൂ, അരയ്ക്കുമേൽ വസ്ത്രം പാടില്ല, സ്വർണ്ണാഭരണങ്ങൾ അണിയാനേ പാടില്ല എന്നിങ്ങനെ എല്ലാത്തരം പൗരാവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. തങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവേശിക്കാൻ യാതൊരു അർഹതയുമില്ലെന്ന അധമബോധം കീഴ്ത്തട്ടിലെ ജനങ്ങളിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തു. തങ്ങൾ ഇതിനെല്ലാം വിധിക്കപ്പെട്ടവരാണെന്ന് അവർ നിഷ്കളങ്കമായി വിശ്വസിച്ചും പോന്നു. ഭൂസ്വത്തിന്മേലുള്ള അവകാശം, വിദ്യാഭ്യാസത്തിന്മേലുള്ള കുത്തക, മതത്തിലും ദൈവത്തിലും പൗരോഹിത്യത്തിലുമുള്ള ആധിപത്യം, ഇവ മൂന്നുമാണ് ബ്രാഹ്മണ്യത്തെ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ നിലനിർത്താനും താഴെത്തട്ടിലുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യാനും സഹായിച്ചിരുന്നത്. ഇവ മൂന്നും എല്ലാ മനുഷ്യർക്കും പ്രാപ്യമാകുന്നതിലൂടെ മാത്രമേ നിലനിൽക്കുന്ന അസമത്വവും അനീതികളും ഇല്ലാതാകുമെന്ന് ഗുരു വിശ്വസിച്ചു. 1888 അരുവിപ്പുറത്തെ കുഞ്ഞരുവിയിൽ നിന്ന് മുങ്ങി നിവർന്നെടുത്ത കല്ലിനെ ശിവലിംഗമായി പ്രതിഷ്ഠിച്ചാണ് ഗുരു ബ്രാഹ്മണ്യത്തിന് ആദ്യം ഒരു കൊട്ടുകൊടുക്കുന്നത്. അന്നോളം നിലനിന്നിരുന്ന വ്യവസ്ഥയെ മേൽക്കീഴ് മറിക്കാൻ ഗുരുവിന് കല്ല് മാത്രം മതിയായിരുന്നു. കേരളത്തിന്റെ ഭൂതകാല ചരിത്രം നെയ്യാറിന്റെ തീരത്തപ്പോൾ വിരളി പൂണ്ടു നിന്നു. അരുവിപ്പുറത്തെ ക്ഷേത്രഭിത്തിയിൽ ഗുരു കുറിച്ചിട്ടത് പഞ്ചാക്ഷരി മന്ത്രമായിരുന്നില്ല, മറിച്ച് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇങ്ങനെയാണ് ഗുരു അവിടെ കുറിച്ചിട്ടത്. കേവലം ഈശ്വരാരാധനയ്ക്കുള്ള വേദിയൊരുക്കുകയായിരുന്നില്ല ഗുരുവിന്റെ ലക്ഷ്യം. ആരാധനാ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ ആത്മീയമായ ആവശ്യമാണെന്നും അതിലൂടെ അവന് വിമോചനത്തിലേക്കുള്ള പാത തെളിയുമെന്നും ഗുരു തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ സമൂഹം വിശ്വാസകാര്യങ്ങളിൽ പക്വതയെത്തിയെന്ന് തോന്നിയ ഘട്ടത്തിൽ വിഗ്രഹപ്രതിഷ്ഠകളിൽ നിന്ന് മാറി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ഇതിന്റെ തെളിവാണ്. ഗുരു നിത്യചൈതന്യതി അരുവിപ്പുറത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ അനേക ലക്ഷം ശിവലിംഗങ്ങൾ ഉണ്ടാകും, പക്ഷേ ഈ ഒരു ശിവലിംഗം ചരിത്രത്തിലെ ഗണനീയമായ നാഴികക്കല്ലായി മാറി നിന്ന മനുഷ്യർക്കിടയിൽ ഭേദത്തിന്റെ കല്ലെടുത്ത് വെച്ച് മതിലുകൾ കെട്ടരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അരുവിപ്പുറത്ത് ഗുരു അമ്പലം പണിയുക മാത്രമല്ല ചെയ്തത്, അതിനോട് ചേർന്നൊരു പാഠശാലയുണ്ടാക്കി. ക്ഷേത്രത്തിലെ വിളക്കുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള വിളക്ക് തെളിയിക്കാനും ഉപയോഗിക്കാമെന്ന് ഗുരു നിർദ്ദേശിച്ചു. ജാതിഭൂതത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗുരു അവിടെ നിന്ന് തുടങ്ങി. അയിത്തം മുതൽ തുടങ്ങുന്ന ജാതീയതയുടെ സകല ഉപോൽപ്പന്നങ്ങളെയും ഗുരു തുറന്നെതിർത്തു. ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക് വേണ്ടി ഗുരുവും ശിഷ്യരും കന്യാകുമാരി മുതൽ ഗോകർണം വരെ 50-ലധികം ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തി. അവിടെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനവും നൽകി. ബ്രാഹ്മണരല്ലാത്തവർക്കും പൂജ ചെയ്യാൻ അവസരമൊരുക്കി. ക്ഷേത്രപ്രതിഷ്ഠകളുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണെന്ന് ഗുരു പറഞ്ഞത് വ്യവസ്ഥിതിയിൽ നിന്നുള്ള മനുഷ്യവിമോചനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ദീർഘവീക്ഷണത്തിന്റെ ഉത്തമോദാഹരണമാണ്. സാമൂഹ്യ പുനർനിർമ്മിതിക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നതിൽ ഗുരുവിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നേയില്ല. അക്കാലത്ത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നിർബന്ധിത തൊഴിൽ സമ്പ്രദായമാണ് ഊഴിയം വേല. അതായത് ശ്രേണീകൃത ജാതി വ്യവസ്ഥയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് പ്രതിഫലമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക. ഏകദേശം 50,000-ലധികം മനുഷ്യർ അങ്ങനെ അടിമ കണക്കെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിരുന്നു. ജനസംഖ്യയിൽ ഏറ്റവും കുറവുള്ളവർ മുഴുവൻ ഭൂസ്വത്തുക്കളുടെയും അവകാശം നയാ പൈസ നികുതി നൽകാതെ അനുഭവിച്ചു പോന്നപ്പോൾ നികുതി ഭാരം മുഴുവൻ കെട്ടിവെക്കപ്പെട്ടത് അടിസ്ഥാന തൊഴിലാളി വർഗത്തിന്റെ ചുമലിലായിരുന്നു. തെങ്ങിലും പനയിലും ഏണി വെച്ച് കയറുന്നവർ ഏണിക്കാണം നൽകണം, തളപ്പുപയോഗിച്ച് കയറുന്നവർ തളക്കാണം നൽകണം, കള്ളു ചെത്തുന്ന പനയ്ക്കും തെങ്ങിനും എണ്ണമനുസരിച്ച വൃക്ഷക്കരം, സ്വർണ്ണാഭരണം അണിഞ്ഞാൽ മേനിപ്പൊന്ന്, വിവാഹത്തിന് സ്വർണ്ണമണിഞ്ഞാൽ പൊലിപ്പൊന്ന്, വലയുപയോഗിച്ച് മീൻ പിടിക്കുന്നവർക്ക് വലപ്പണം, മൺപാത്രം നിർമ്മിക്കുന്നവന് ചെക്കിറ, നെയ്ത്തുകാരന് തറി ഉപയോഗിക്കാൻ തറിക്കടമ,
അലക്കുകാരൻ നൽകേണ്ടത് വണ്ണാരപ്പാറ, സ്വർണ്ണപ്പണിക്കാരൻ നൽകേണ്ടത് തട്ടാരുപാറ എന്നിങ്ങനെ അധസ്ഥിത വിഭാഗങ്ങളുടെ ചോരയൂറ്റി കുടിക്കുന്ന നികുതി സമ്പ്രദായം. ഇതിനെല്ലാം ഇരയാക്കപ്പെടുന്ന മനുഷ്യരോടാണ് ഗുരു സംഘടിച്ച് ശക്തരാകുവിനെന്ന് ആഹ്വാനം ചെയ്തത്.